ഓക്കെ ജയകൃഷ്ണൻ, നമ്മൾ കഴിഞ്ഞ ദിവസവും ഇരുന്നതാണ്. അതിനുശേഷം ഇന്നും ബിനോയ് വിശ്വം ഒന്നുകൂടി വ്യക്തമായി തന്നെ പറയുന്നു, നടപ്പാക്കാൻ അനുവദിക്കില്ല. മാത്രമല്ല, മന്ത്രിമാരോട് മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ നിലപാട് ഇതാണ് എന്ന് കർക്കശമായി പറയാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയോട് ഇതിൽ ഒപ്പിട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിരിക്കുന്നു CPM മന്ത്രിമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഒപ്പിടേണ്ടി വരേണ്ട അവസ്ഥയുണ്ട് എന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടിട്ടില്ല. നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ്. അന്നും CPI എതിർത്തതാണ്. അന്ന് LDF-ൽ ചർച്ച ചെയ്യാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഇതുവരെ LDF-ൽ ചർച്ച ചെയ്തില്ലല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് CPI കാണുന്നത്? ഇത് നയം മാറുന്നില്ല, പണം വാങ്ങുന്നു എന്ന നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതെങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യമല്ലേ CPI ഉയർത്തുന്നത്? തീർച്ചയായും കേരളത്തിന് ഇണങ്ങുന്ന ഒരു പദ്ധതിയല്ല ഇത്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിന് ആവശ്യമില്ലാത്ത ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രചരണത്തിനും ദേശീയ വിദ്യാഭ്യാസം ഷോക്കേസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി എന്ന് അതിൻ്റെ ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം ദേശീയ വിദ്യാഭ്യാസ നയം ഒപ്പിടില്ല അല്ലെങ്കിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട ബാധ്യതയില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൻ്റെ എക്സംപ്ലറി സ്കൂൾസ്, മാതൃകാ വിദ്യാലയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് 2023 കേന്ദ്ര മന്ത്രിസഭ പ്രഖ്യാപിച്ച PM ശ്രീ വിദ്യാലയങ്ങൾ. PM ശ്രീ വിദ്യാലയങ്ങൾ ഏറ്റെടുക്കേണ്ട ബാധ്യത കേരളത്തിന് അതുകൊണ്ട് തന്നെയില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാത്ത ഒരു സംസ്ഥാനം എന്തിനാണ് PM ശ്രീ സ്കൂളുകൾ അംഗീകരിച്ച് PM ശ്രീയിൽ ഒപ്പുവെക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയം നേരത്തെ ഇവിടെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ 2020 ചർച്ച കൂടാതെ നടപ്പാക്കിയ വിദ്യാഭ്യാസ നയം കേവലം പോളിസിയല്ല. ഒരു വിദ്യാഭ്യാസ നയമുണ്ടെങ്കിൽ അത് ദേശീയ വിദ്യാഭ്യാസ നയമാണ്. പാർലമെന്റിനെ മാറ്റി നിർത്തി, പാർലമെന്റ് കൂടുന്ന സമയത്താണ് ആ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചത്, പുറത്തു വന്നത്. ഇന്ത്യക്കകത്ത് മതേതര കക്ഷികളെല്ലാം തന്നെ, വിദ്യാഭ്യാസ പ്രേമികളെല്ലാം തന്നെ എതിർത്ത വിദ്യാഭ്യാസ നയമാണ്. എന്തുകൊണ്ടാണ്? ഒന്ന്, ആ നയം നടപ്പാക്കുമ്പോൾ ഒരു പൊതു ചർച്ചയിലേക്ക് പോയിട്ടില്ല. കേരളം എത്രയോ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായാണ് കൺകറന്റ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം അതിൻ്റെ പാഠ്യപദ്ധതി രൂപീകരിക്കേണ്ടത്. അത് മറന്നുകൊണ്ടല്ല പറയുന്നത്. എന്നാൽ ആ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് കേരളം അതിൻ്റെ തനത് പാഠ്യപദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, 1466 കോടി രൂപ PM ശ്രീ ഇനത്തിൽ ലഭിക്കാനില്ല. PM ശ്രീ ഇനത്തിൽ തുച്ഛമായ തുക മാത്രമേ ലഭിക്കാനുള്ളൂ. 2023 മുതൽ 27 വരെയുള്ള പദ്ധതിയാണ് PM ശ്രീ. അടുത്ത 2 വർഷത്തെ 1.5 വർഷം മാത്രമേ ഉള്ളൂ. 27 മാർച്ച് വരെ. അതും മാറ്റൂ. ഈ ഭരണകാലയളവ് നോക്കൂ. അപ്പോഴോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ ഇനത്തിലുള്ള തുകയല്ല യഥാർത്ഥത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. PM ശ്രീ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള വിദ്യാഭ്യാസ വിഹിതം തടഞ്ഞു വെക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ വിഹിതം ഏതാണ്? നേരത്തെ ശ്രീ ജയേന്ദ്രൻ സാർ സൂചിപ്പിച്ചതുപോലെ സമഗ്ര ശിക്ഷ കേരളക്ക് ലഭിക്കുവാനുള്ള തുക നോക്കൂ. ആ തുക ലഭിക്കും. PM ശ്രീയിൽ ഒപ്പിട്ടാൽ ആ തുക ലഭിക്കും. വിദ്യാഭ്യാസം എന്നുള്ളത് അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. രാജ്യത്തെ മൗലികാവകാശമാണ്. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു നടപടി കേന്ദ്ര സർക്കാർ എടുത്താൽ നമുക്ക് കോടതിയിൽ പോകാൻ വഴിയുണ്ടല്ലോ. നിർബന്ധമായും ഉണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ നയം, കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കാനുള്ള ഏജൻസിയാണ് SSKക്ക് അനുവദിച്ചിരിക്കുന്ന തുക, ഓരോ വർഷവും അനുവദിച്ച തുകയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ആ വാദമാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാടിന് ആ തുക കൊടുക്കണമെന്ന് പറഞ്ഞത്. കാരണം കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തെ RTE വയലേറ്റ് ചെയ്യുവാൻ ഒരു സർക്കാരിനും ഒരു സംവിധാനത്തിനും സാധിക്കില്ല. ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം, ഈ തുക ലഭിക്കും എന്നതിന് എന്താണ് ഉറപ്പ്? PM ശ്രീയിൽ ഒപ്പിട്ടാൽ ഈ തുക ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? 1466 കോടിയൊന്നും 23 മുതൽ ഉള്ള തുകയിൽ നമുക്ക് ലഭിക്കാനില്ല എന്നുള്ളത് വസ്തുതയാണ്. 2023 351 കോടി രൂപ, 24 429 കോടി രൂപ, 25 സംസ്ഥാനം മാത്രം ചെലവഴിച്ച 165 കോടി രൂപ. ഇതാണ്
ഈ ചുരുങ്ങിയ PM ശ്രീ ഒപ്പിടണം എന്ന വാദം ഉന്നയിച്ച കാലത്തെ നമുക്ക് ലഭിക്കുവാനുള്ള തുക. അങ്ങനെയെങ്കിൽ 2023-24 കാലഘട്ടത്തിൽ അന്നത്തെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് IAS അവരും സംഘവും ഡൽഹിയിൽ പോയി PM ശ്രീ നടപ്പാക്കാനുള്ള ഒരു അണ്ടർടേക്കിംഗ് നൽകുകയുണ്ടായി. ആ അണ്ടർടേക്കിംഗ് നൽകിയിട്ട് അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് നിങ്ങൾ അണ്ടർടേക്കിംഗ് നൽകൂ, തുക പിൻവലിക്കാൻ അവസരം നൽകാമെന്നാണ്. അണ്ടർടേക്കിംഗ് നൽകിയിട്ട് 23-24 വർഷത്തെ തുക പിൻവലിക്കാൻ അനുവദിച്ചോ? 23-24 വർഷത്തെ തുക പിൻവലിക്കാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, PM ശ്രീയെ കാണിച്ച് പേടിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പിടിക്കുവാനുള്ള സാഫ്രണൈസേഷൻ, കാവ്യവൽക്കരണം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കാനുള്ള നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതിന് വശംവദരാകരുത്, അതിന് വഴങ്ങരുത്. ഇതാണ് ഞങ്ങൾ അന്നും ഇന്നും ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഈ നോക്കൂ, 14,500 വിദ്യാലയങ്ങളിലാണ് ഇത് നടപ്പാക്കുന്നത്. ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞു. കേരളത്തിൽ അത് നിജപ്പെടുത്തിയിരിക്കുന്നത് 150-ഉം 200-നും ഇടയിലുള്ള വിദ്യാലയങ്ങളാണ്. ബോർഡ് വെക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല. PM-ന്റെ ബോർഡ് വെച്ചാൽ തകർന്നു പോകുന്നതല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം. കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾക്ക് മുമ്പിൽ PM ശ്രീ എന്ന ബോർഡ് വെക്കുന്നതല്ല പ്രശ്നം. കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനും കാവ്യവൽക്കരണത്തിനും അടിയറ വെക്കുന്നത്, അത് ഈ നയം ഇതിൽ ഒപ്പുവെച്ചാൽ അതിലേക്ക് പോകും. അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ അതിന്റെ പദ്ധതി രേഖ PM ശ്രീ ഫ്രെയിം വർക്ക് ഓൺ സ്കൂൾ ട്രാൻസ്ഫോർമേഷനിൽ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. അതിന്റെ 6 പില്ലറുകൾ സൂചിപ്പിക്കുന്നത് പാഠ്യപദ്ധതിയിൽ, അസസ്മെന്റിൽ, മോണിറ്ററിംഗിൽ എല്ലാം. മാത്രമല്ല, ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയം, ഒരു ബ്ലോക്കിനകത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയം ആ ബ്ലോക്കിലെ ലീഡ് സ്കൂളാണ്. ആ ലീഡ് സ്കൂളിന്റെ കീഴിലായിരിക്കും ആ ബ്ലോക്കിലെ മറ്റു സ്കൂളുകളെല്ലാം തന്നെ. അങ്ങനെയെങ്കിൽ ലീഡ് സ്കൂളിന്, കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ലീഡ് സ്കൂളിന്, പൊതുവിദ്യാലയം, കേരളത്തിന്റെ പൊതുവിദ്യാലയമായ ലീഡ് സ്കൂൾ 2 തട്ടിലാവുകയാണ്. കേരളത്തിൽ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ PM ശ്രീ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച പൊതുവിദ്യാലയം, കേരളത്തിന്റെ സിലബസും കേരളത്തിന്റെ ബോർഡിന് കീഴിലും ഉള്ള പൊതുവിദ്യാലയം, ഈ 2 തട്ട്. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയും? ശരിയാണ്, നമ്മുടെ പണം തടഞ്ഞു വെച്ചത് അനീതിയാണ്. നമുക്ക് അർഹതപ്പെട്ട പണമാണ്. ബജറ്റ് അവതരിപ്പിക്കുന്ന കാലത്താണെങ്കിൽ ബജറ്റ് വിഹിതമായി ലഭിക്കേണ്ട തുകയാണ് ഇപ്പോൾ പദ്ധതി ഇനത്തിൽ വിദ്യാഭ്യാസത്തിനും മറ്റു മേഖലകൾക്കും എല്ലാം നൽകുന്നത്. അതുകൊണ്ട് ഈ തടഞ്ഞു വെച്ച തുക വാങ്ങിക്കുന്നതിനുള്ള നിയമപരവും ഭരണപരവുമായ നടപടികളാണ് നീങ്ങേണ്ടത്. അല്ലാതെ ഇത്തരം ചതിക്കുഴികളിൽ അല്ലെങ്കിൽ ട്രാപ്പുകളിൽ ചെന്ന് പെടരുത് എന്നതാണ് ഞങ്ങളുടെ നയം. അതാണ് ഉറക്കെ എന്നും അന്നും ഇന്നും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, 3 പേരുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ TP ജയചന്ദ്രൻ അദ്ദേഹം മറുപടി നൽകാൻ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിലേക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.